ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു പ്രണോസിനി ടോക്സ്. ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് ഒരു ഹിന്ദി സിനിമയുടെ റിവ്യൂ പറയാൻ വേണ്ടി പോകുന്നു. പക്ഷേ ആ ഒരു സിനിമ വന്നിട്ട് തമിഴ് സിനിമയുടെ ഒരു റീമേക്കും കൂടെയാണ്. അതായത് ലോകേഷ് കനാജിൻ്റെ സംവിധാനത്തിൽ വന്ന മാനഗരം. ഇത് ലോകേഷിൻ്റെ ആദ്യത്തെ സിനിമയാണ് മാനഗരം. ഈ ഒരു സിനിമയുടെ ഒരു ഹിന്ദി റീമേക്കായിട്ട് വന്ന മുംബൈക്കാർ എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു ചെറിയ റിവ്യൂ ആണ് പറയാൻ വേണ്ടി പോകുന്നത്. അതായത് ഈ സിനിമ അത് തന്നെയാണ്, മാനഗരം A to Z അതേ കണക്കിനാണ് റീമേക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ചെറിയ മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പം തമിഴിലെ വിജയ് സേതുപതി അവിടെ പോയി ഒരു റോള് ചെയ്യുന്നുണ്ട്. അതിനകത്ത് മുൻഷികാന്ത് അവതരിപ്പിച്ച ഒരു റോള് വിജയ് സേതുപതി ചെയ്യുന്ന. പിന്നെ മറ്റു താരങ്ങളൊക്കെ ഒരുപാട് ഉണ്ട്. വിജയ് മാസി, തനിയ, മണികണ്ഠാല, പിന്നെ ഹൃദു, ഹരുൺ, അങ്ങനെ ഒരുപാട് പേര് താരങ്ങളൊക്കെ ഉണ്ട്. സിനിമ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ. പിന്നെ സിനിമ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിനിമ കുഴപ്പമില്ല. കാരണം മാനഗരത്തിൻ്റെ ഒരു വില കളയാതെ ഈ സിനിമ എടുത്തുകൊണ്ടാണെങ്കിൽ പറയാൻ വേണ്ടി പറ്റും. ഒരു കുഴപ്പമില്ല. A to Z. കാരണം അത് കണക്ക് തന്നെ ഇതിനകത്ത് നമ്മുടെ മാനഗരത്തിലെ ആ ഒരു പയ്യനുണ്ടല്ലോ, മറ്റേ ആ നടൻ ആക്ടർ, ആ ഒരു പയ്യൻ്റെ റോള് നമ്മുടെ ഈ ഒരു ഹൃദു, ഹരുൺ നന്നടിച്ചിട്ടുണ്ടെങ്കിൽ പറയാൻ വേണ്ടി പറ്റും. ഒരു കുഴപ്പമില്ലാത്ത രീതിക്ക് തന്നെയാണ് ആ ഒരു രണ്ട് ക്യാരക്ടേഴ്സ് ഏതാണ്ട് ഒരു കണക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ പക്ഷേ ഇതിനകത്തുള്ള ആ ഒരു മെയിൻ ഹീറോ ചെയ്തിരിക്കുന്ന ആ ഒരു റോളിൻ്റെ ഇതിൽ ചെയ്തിരിക്കുന്ന ആ ഒരു വിക്രാന്ത് മാസിസ് എന്ന് പറയുന്ന ആ ഒരു പയ്യന് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. അത് ആ ഒരു സുദീപോ അങ്ങനെ എന്തോ ആണ് ചെറുക്കൻ്റെ ആ ഒരു പയ്യൻ്റെ പേര്. ആ ഒരു പയ്യൻ ചെയ്തിരിക്കുന്ന ആ ഒരു റോളിൻ്റെ അതിൽ തൊടാൻ വേണ്ടി പറ്റിയിട്ടില്ല. പക്ഷേ ഈ മറ്റേ സെക്കൻഡ് ഹീറോ ഇട്ടുന്ന ആ ഒരു റോളും കാര്യങ്ങളൊക്കെ സൂപ്പറായിരുന്നു. പിന്നെ വേറെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ മാനഗരത്തിൻ്റെ ഒരു ഫീൽ നമുക്ക് തരുന്നുണ്ടെങ്കിൽ പറയാൻ വേണ്ടി പറ്റും. ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊണ്ടും സന്ദർഭങ്ങൾ കൊണ്ടും ഒക്കെ സന്തോഷ് ശിവനാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്. ആ ഒരു പുള്ളി നന്നായിട്ട് തന്നെയാണ് ഈ സിനിമ സംവിധാനം ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ സന്തോഷ് ശിവനൊരു സിനിമാറ്റോഗ്രാഫറും കൂടെയാണ് നമുക്കറിയാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് അയാളുടെ ക്യാമറ വർക്കും കാര്യങ്ങളൊക്കെ നന്നായിരുന്നു. പിന്നെ പൊതുവേ പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ സൂപ്പർ എന്ന് പറയാൻ വേണ്ടി പറ്റും. ശ്രീ എന്നാണ് ആ ഒരു പയ്യൻ്റെ പേര്. മാനഗരത്തിലെ ഫസ്റ്റ് ചെയ്ത പയ്യൻ്റെ പേര് ശ്രീ എന്നാണ്. ആ ശ്രീ ചെയ്തിരിക്കുന്ന റോളും ഹൃദു, ഹരുൺ ചെയ്തിരിക്കുന്ന റോളും തമ്മിൽ നല്ല ബോണ്ടിങ് കാര്യങ്ങൾ കൊണ്ട് അതേ കണക്ക് തന്നെ വന്നിട്ടുണ്ട്. പ്ലേസ്മെൻറ്റ് ചെയ്തിരിക്കുന്ന ഒരു തിരഞ്ഞെടുത്ത ഒരു റോൾ ചെയ്യാൻ വേണ്ടി ഇവരെ വിളിച്ചത് പെർഫെക്റ്റ് ആയിരുന്നു. പിന്നെ മാനഗരത്തിൻ്റെ ഒരു ഹിന്ദി റീമേക്ക് എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി വേണമെങ്കിൽ ഈ ഒരു സിനിമ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അല്ലാതെ വേറെ ഒന്നും പറയാനില്ല. കാരണം മാനഗരം എന്ന് പറഞ്ഞ സിനിമ അതേപോലെ തന്നെയാണ് റീമേക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന. ഒരു അഡീഷണലായിട്ടുള്ള ഒരു എലമെൻറ്റോ കാര്യങ്ങളൊന്നും കൊണ്ട് വന്നിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് മസ്റ്റായിട്ട് നിങ്ങൾക്കൊന്ന് റീമേക്ക് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി മാത്രമാണെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് കാണാൻ വേണ്ടി പറ്റിയൊരു പടമാണ് ഈ ഒരു മുംബൈക്കാർ എന്ന് പറഞ്ഞൊരു പടം. ഞാൻ ഈ സിനിമ കാണുമ്പോഴൊന്നും ഒരിക്കലും കരുതിയിരുന്നില്ല ഇത് മാനഗരത്തിൻ്റെ ഒരു റീമേക്ക് ആയിരുന്നു കരുതിയിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണണമെങ്കിൽ മാത്രം കണ്ടാൽ മതി. മാനഗരം തന്നെയാണ് ഈ ഒരു സിനിമ റീമേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് വേറെ പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. നല്ല റീമേക്കായി തന്നെയായിരുന്നു. സന്തോഷ് ശിവൻ നന്നായിട്ട് തന്നെ ഈ സിനിമ എടുത്തുകൊണ്ട് മാനഗരത്തിൻ്റെ അതേ ഒരു വൈബ് തന്നെ കാര്യങ്ങളൊക്കെ പോണ പെർഫോമൻസ് കൊണ്ട് പോലെ എല്ലാവരും മാനഗരത്തിൻ്റെ ആ ഒരു സംഭവം ഇങ്ങനെ കർഷണം കൊണ്ടുവരുന്നുണ്ട്. അത്രേ ഉള്ളൂ പറയാനായിട്ട്. അപ്പം നിങ്ങൾക്കൊന്ന് റീമേക്കൊന്ന് കാണണമെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റായിട്ടൊന്ന് കാണാം. വേറൊന്നും പറയാനില്ല. നല്ല റീമേക്കും കാര്യങ്ങളും സംവിധാനം എല്ലാം സൂപ്പറായിരുന്നു. അപ്പോൾ ഇത്രേ പറയാൻ വേണ്ടി പറ്റും. ഈ ഒരു മുംബൈക്കാർ എന്ന് പറഞ്ഞൊരു സിനിമ മാനഗരം സിനിമയുടെ ഒരു എന്താണ് ഇപ്പോൾ അതിൻ്റെ ഒരു വില കളയാതെ അതേ കണക്ക് തന്നെ അതിൽ അഭിനയിച്ച ക്യാരക്ടേഴ്സിൻ്റെ പെർഫോമൻസും കാര്യങ്ങളെല്ലാം കൊണ്ട് സിനിമ വളരെ നന്നായിട്ട് തന്നെ ചെയ്ത് വെച്ചിരിക്കുന്നത്. വേറെ കുഴപ്പമൊന്നുമില്ല. നല്ലൊരു റീമേക്കായിട്ട് കാണാൻ വേണ്ടി പറ്റി. സോ ഇത്രേ പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു മുംബൈക്കാർ എന്ന മാനഗരം സിനിമയുടെ ഒരു റീമേക്കിനെ പറ്റിയുള്ള എൻ്റെ ചെറിയൊരു റിവ്യൂവും കാര്യങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. മറ്റ് സിനിമയുടെ ഒരു വിശേഷം വരുന്നതായിരിക്കും. ദിസ് പ്രണോ സൈനിങ് ഔട്ട്. ബൈ. ഓക്കെ.